ഹായ് എവ്രി വൺ. സോ ജാനുവരി 8 ആണെന്ന് ഇന്നൊരു കോട്ടുണ്ട്, അങ്ങനെ തുടങ്ങാം. മനസ്സിലെ കെട്ടുകൾ മുറിയുമ്പോൾ പുറമേയുള്ള ബന്ധനങ്ങൾ കെട്ടുകയില്ല. ഓക്കെ, വിച്ച് മീൻസ് അറ്റാച്ച്മെൻറ്റ് പൊട്ടിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇതാണ് കോട്ട്. ഓക്കെ, നല്ല കോട്ടാണ്. നല്ല കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് അല്ലേ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ബന്ധനങ്ങൾ, ശരിക്കും ബന്ധനങ്ങളാണ് അല്ലേ, നമ്മൾ ഒരുപാട് പേരെ പിടിച്ചു നിർത്തുന്നതാണ്. നമ്മളുടെ നമുക്ക് പാഷനിലേക്ക് പോകാൻ സാധിക്കാത്തത് ഒരുപാട് ബന്ധനങ്ങളാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാം, അറ്റാച്ച്മെൻറ്റ് വെടിയാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളുടെ പേഴ്സൺ ജെന്യുവനാണോ? 2 പൈൽ വയ്ക്കുകയാണ്, 3, 6 ആൻഡ് 3, 3. അപ്പോൾ ആദ്യം 3, 3 വയ്ക്കാം. 3, 3 ആൻഡ് 3, 6 നമ്പറാണ്. നിങ്ങൾക്ക് ഏതാണ് കോൾ ചെയ്യുന്നത് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. നമ്പർ വെച്ചിട്ടോ 3 വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഓക്കെ. നമുക്ക് റീഡ് ചെയ്താം നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ എന്നാണ്. കാരണം ഒരുപാട് എക്സ്ട്രാ മെരിറ്റൽ അഫെയർസൊക്കെ കാണുന്നുണ്ട്, റീഡിങ്സും ഹീലിങ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെയ്യാം എന്ന്. അപ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പൈൽ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 3, 3 ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 3, 3 മീൻസ് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 6 കാർഡ് ഡബിൾ എനർജിയാണ് മേജർ ആർക്കാനിലൊക്കെ പറയുന്നത്. 6 അല്ലെങ്കിലും നല്ലൊരു നമ്പർ അല്ല എന്നാ പറയാം. പക്ഷേ 3, 6, 9 കോമ്പിനേഷനായിട്ട് 6 വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ജെന്യുവൻ ആണോ അല്ലയോ എന്ന് നോക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. നമുക്ക് ഡിവൈൻ്റെ പ്രസൻസിന് ഞാൻ മ്യൂസിക് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു മ്യൂസിക് കോൾ ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. മേ ബി അതിൻ്റെ ഫീലിംഗ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ 2025 എന്ന് പറയുന്നത് ചൈനീസ് ആയിട്ടുള്ള ആസ്ട്രോളജി പ്രകാരം സ്നേക്ക് ഇയർ എന്നാ പറയുക. ഫയർ സ്നേക്ക് ഇയർ ആണ്. വിച്ച് മീൻസ് സ്നേക്ക് എങ്ങനെയാണ്, നിങ്ങൾ കൂടുതലും പാമ്പിനെ സ്വപ്നം കാണാനുള്ള ചാൻസസ് ഉണ്ട്. റീകൺസിലേഷൻ എന്നുള്ള വേർഡാണ് വന്നത്. റീബർത്ത്, ട്രാൻസ്ഫോർമേഷൻസ്, മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പാമ്പ് എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൽ ആയിട്ടുള്ള ഇഷ്യൂസിന് അതൊക്കെ ഈ ഒരു അവസരം നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് എസൻഷ്യലിലൂടെ പോകുന്നവർക്ക് ഹാർട്ട് ചക്ര, സാക്രൽ, ത്രോട്ട് ചക്ര ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അപ്പോൾ നമുക്ക് ഈ 3 ചക്രാസിലും അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്യാം. അതുപോലെ സ്നേക്കിനെ കൂടുതൽ കാണാം നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾ റീബർത്തിനെ കാണുന്നതാണ്, സ്വപ്നങ്ങളിൽ കാണാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊല്ലം സർപ്പൻ്റ് ഇയർ ആണ്. ഓക്കെ, ഓരോ കൊല്ലത്തും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ചൈനീസ് കലണ്ടർ പ്രകാരം നമുക്ക് ഓരോ സ്പിരിറ്റ് അനിമൽസ് ഉണ്ട്. അപ്പോൾ സ്നേക്ക് ആണ് കേട്ടോ ഈ ഒരു വർഷം ഉള്ളത്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസസ് കാണുന്നവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, കോൾ ചെയ്യല്ലേ. ഓക്കെ, പേജ് ഓഫ് വാൻസ് ആണ് ആദ്യം കിട്ടിയ കാർഡ്. ഹാങ്ഡ് മാൻ. അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത്, അതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും, ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു പേഴ്സൺ ജെന്യുവൻ ആണോ അല്ലയോ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫേക്ക്നെസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അവരൊരുപാട് മായാലോകത്താണ് കണ്ടോ, മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും കൃഷ്ണൻ്റെ ഈ ഫ്ലൂട്ട് ഉദ്ദേശിക്കുന്ന ഡിവൈൻ ആയിട്ടുള്ള നമ്മളെ പണ്ടത്തെ കാലത്ത് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൃഷ്ണാസ് ഫ്ലൂട്ട്. കൃഷ്ണൻ്റെ ഫ്ലൂട്ട് ആ ഒരു എന്താ പറയുക, ആ ഫ്ലൂട്ടിൽ തന്നെ ഒരുപാട് നമ്മുടെ ചക്രാസൊക്കെ എലൈൻ ചെയ്യാൻ, നമ്മളെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ. പണ്ട് കൃഷ്ണൻ്റെ ഒക്കെ പോകോലൊക്കെ കാണുന്ന സമയത്ത് കൃഷ്ണൻ്റെ സ്റ്റോറീസിൻ്റെ ഒക്കെ വരുമ്പോൾ ഫ്ലൂട്ട് വായിക്കുമ്പോൾ എല്ലാവരും ആ ഒരു എനർജിയിൽ ഇങ്ങനെ മയങ്ങിപ്പോകും അല്ലേ. നമ്മളെ ക്ലൻസ് ചെയ്യുകയാണ്, കൂടെ നമ്മളെ ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് മ്യൂസിക് വയ്ക്കാൻ തോന്നിയത് കേട്ടോ. ആൻഡ് വൺ തിങ്, ഇവർ മായാലോകത്താണ്. അപ്പോൾ ഇവർ ഈ മായയിൽ നിന്ന് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്പിരിച്വൽ ജേർണി ആയിരിക്കാം. പേജ് ഓഫ് വാൻസ്, ഇവർക്ക് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നും, ഇടയ്ക്ക് മിണ്ടണ്ടെന്ന് തോന്നും. കാരണം പേജ് എനർജി, പേജ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടിയുടെ എനർജിയാണ് പറയുന്നത്. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ആണ് പറയുന്നത്. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. ഹാങ്ഡ് മാൻ റിവേഴ്സ് മീൻസ് ക്ലാരിറ്റി. ഇവർക്ക് ആദ്യം ഭയങ്കരമായിട്ട് ജഗ്ലിംഗ് ആയിരുന്നു ഒരു മൈൻഡിൽ. ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇവർക്ക് നിങ്ങൾ വിട്ടുപോരിയാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെ വിട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വന്നില്ല. അപ്പോൾ അവർക്ക് ആകെ മെൻ്റലി ഇഷ്യൂ ആയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലാരിറ്റി വരുന്നതൊക്കെ മാറിയിട്ടുണ്ട് അവർക്ക്. ഹാങ്ഡ് മാൻ മീൻസ് ക്രൗൺ ചക്ര ബ്ലോക്ക്ഡ് മാറുന്നുണ്ട്. പക്ഷേ ക്രൗൺ ചക്ര ബ്ലോക്ക് മാറിയാലും അവർക്ക് കുറച്ച് സൈഡ് ഒരു 60% എന്ന് പറയാം മായാലോകത്തിന്. അവർക്ക് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് അവർ ഫോക്കസാണ്.
അവർക്ക് ഒരു കണ്ടീഷൻ സ്നേഹത്തിൽ വളർന്നുകൊണ്ടായിരിക്കാം അൺകണ്ടീഷണൽ സ്നേഹത്തിന് അധികം ഇമ്പോർട്ടൻസ് അവരിപ്പോൾ കൊടുക്കുന്നില്ല. ഇവർ ചീറ്റിങ് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. യെസ്, ഇവർ കൺട്രോളിലാണ് ജീവിക്കുന്നത്, അവർ മറ്റുള്ളവരെ കൺട്രോളിലാണ് ജീവിക്കുന്നത്. കാർമിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത് കേട്ടോ. എംബ്രർ, ഒരു ഫാദർ, അച്ഛന് ഭയങ്കര പേടിയായിരിക്കും. ഫാദർ വൂൺസ്, എംബ്രർ കാർഡ് വരുമ്പോൾ ഫാദറിൻ്റെ, ഈ ഒരു എംബ്രർ എന്ന് പറഞ്ഞ പേഴ്സൺ അവൻ്റെ അച്ഛൻ വളർത്തിയതായിരിക്കും. അച്ഛനാണ് റോൾ മോഡൽ. അപ്പം അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ അവൻ്റെ മക്കളോടും അവൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എംബ്രർ എന്ന് പറയുന്നത്. ആ ഒരു അതിലാണ്. അതിൻ്റെ ആർക്കും വേണ്ടിയിട്ടും ആ ഒരു ഈഗോ കുറച്ച് തരില്ല, അല്ലെങ്കിൽ താഴ്ന്ന് കൊടുക്കില്ല. വേണ്ടവർ എൻ്റെ കാലിലേക്ക് വരട്ടെ, അങ്ങനത്തെ ഒരു ഈഗോ ഉള്ള പേഴ്സൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു കാർഡ് വരുമ്പോൾ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരും, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് മീൻസ് സ്റ്റെബിലിറ്റി, 30-35 ഏജ് അങ്ങനെയൊക്കെ പറയാം. അതിനേക്കാൾ എമ്പോൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക്. ആൻഡ് ഇവർ കൂടുതൽ ഫോക്കസ് എന്താണ്, മണി മൈൻഡറാണ് ഇവർ. അതാണ് ഇവരുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടും മറ്റുള്ളവരുടെ എനർജിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സൺസ്. റിസ്ക് എടുക്കാൻ മടിയാണ്. പാരൻസ് പറയുന്ന കണ്ണും പൂട്ടി ചെയ്യുക, അതായിരിക്കും സത്യം. അങ്ങനെ ഒരു വിഡ്ഢിത്തരത്തിൽ, അത് വിഡ്ഢിത്തരം എന്നല്ല, നമുക്കെപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനാണ്, മീൻസ് നമ്മുടെ സോള് പറയുന്നത് കേൾക്കുന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതല്ലെങ്കിൽ പാരൻസ് പറയുന്നത് ചെയ്ത് തെറ്റാണ്, ഒരിക്കലല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ സോൾസാണ്. നമുക്ക് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ കർമ്മം ചെയ്യാനാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഇൻഡ്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ, അതാണ് 8 ഓഫ് സോൾസിൻ്റെ കാര്യം പറഞ്ഞത്. 8 ഓഫ് സോൾസ് മീൻസ് നിങ്ങളെ കയ്യും കാലും കെട്ടിയിടുന്ന അവസ്ഥ നിങ്ങളുടെ പേഴ്സൻ്റെ. അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആൾക്കാരായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മായാലോകത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും പോലും അപ്പോൾ പാരൻസിനെ ആലോചിക്കുമ്പോൾ വേണ്ട, ഇനിയിപ്പോൾ അത് വേറെ വിഷയമാണ്. റിസ്ക് എടുക്കാൻ മടിയുള്ള പേഴ്സണെയാണ് ഈ ഒരു കാർഡിൽ കാണിക്കുന്നത്. സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് എന്താണ്, അവർക്ക് ശക്തിയില്ല, അവരിങ്ങനെ ഒരു റോബോട്ട് പോലെ വർക്ക് ചെയ്യുന്നു. അവരുടെ ലൈഫിൽ ഒരു ഇന്നർ പീസ് ഇല്ല. മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് തന്നെ ഒരുപാട് നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡീപ്പറായിട്ടൊരു നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് തന്നെ ധാരാളം ദിവസങ്ങളായിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. എൻ്റെ DM ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6 കൊല്ലമായി ഞാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടെന്ന്. വിച്ച് മീൻസ് അവരാ ഒരു കാർമിക്കിൻ്റെ പിടിയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഉറക്കം, മീൻസ് ആ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. അവരിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്ന പോലെ, മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെനുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ പിടിയിലാണ്, കൺട്രോൾ, അണ്ടർ ദ കൺട്രോൾ ഓഫ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും. കൂടുതൽ അച്ഛനെ ഭയങ്കര പേടിയാണ്. ഫാദർ വൂൺസ് ഉള്ളൊരു പേഴ്സൺ, ഫാദർ വൂൺസ് മദർ വൂൺസ് ഒക്കെ ഉള്ളൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. കൂടുതൽ ഇതിൽ മെയിൽ എനർജിയാണ് കാണിക്കുന്നത്. ഇതിലൊരു സ്ത്രീയാണ് സ്ട്രെങ്ത് കടം, അതും റിവേഴ്സാണ്. ഇവർക്ക് നല്ല രീതിയിൽ മദർ വൂൺസും ഫാദർ വൂൺസ് ഉള്ള പേഴ്സൺസ് ആണ് കേട്ടോ. ഓക്കെ, കണ്ടോ 8-8-7 വിച്ച് മീൻസ് നല്ല രീതിയിൽ കർമ്മ കണക്കാണ്. അവരുടെ ഒരു കർമ്മ ഡെപ്സ് ഉണ്ട്. ആ കർമ്മ ഡെപ്സ് റിലീസ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കർമ്മ റിലീസിങ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവരെ ചെയ്ത കർമ്മങ്ങളൊക്കെ ഫോർഗിനെസ് കൊടുത്തിട്ട് റിലീസ് ചെയ്ത് കളയുക. നല്ല രീതിയിൽ 21 ഡേയ്സെങ്കിലും, അത്രയും ബിഗ് ആയിട്ടുള്ള കർമ്മയാണെങ്കിൽ 90 ദിവസമെങ്കിലും കർമ്മ ക്ലെൻസിങ് ചെയ്ത് നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം അത്രയും ബിഗ്ഗർ കർമ്മയാണെങ്കിൽ മാത്രം നിങ്ങളൊരു ഹീലറിൻ്റെ ഹെൽപ്പ് തേടുക. ഞാൻ കർമ്മ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യുവിനിറ്റിക്ക് കുറവൊന്നുമില്ല. പക്ഷേ അവരിപ്പോഴും അവരുടെ എനർജിയിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് സൊസൈറ്റി എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അവരുടെ മുമ്പിൽ ഞാൻ താഴ്ന്നു പോവുമോ, മീൻസ് അവർ ഈഗോയിൽ വളർത്തിയത് കൊണ്ട് അവർക്ക് ആ ഒരു എനർജിയാണ് കീപ്പ് ചെയ്ത് ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് അങ്ങനെ ഒരു എന്താ പറയുക, മറ്റുള്ളവരെ കൺട്രോൾ വളർന്നു വന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഡിവൈൻ അവർക്കുള്ള ഓരോ സമയത്ത് ഇടികൾ കൊടുത്തിട്ട് അവർക്ക് ആ റിയലൈസേഷൻസ് കൊണ്ടുവരും. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. നിങ്ങളെ പേഴ്സൺ ജെന്യുവിനിറ്റിക്ക് കുറവൊന്നുമില്ല, പക്ഷേ ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് അതേഴ്സ്, ഫാമിലിയുടെ കൺട്രോളിലാണ്. അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത് ഫസ്റ്റ് പൈല്. നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് നോക്കാം. മായാലോകത്താണ് അവർക്ക് അതിൽ നിന്ന് അതിലങ്ങനെ ജീവിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര മടിയാണ്. സ്വന്തമായിട്ട് കാലിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഓക്കെ, ബ്ലാക്ക് മാജിക് എനർജീസ്, അങ്ങനത്തെ എനർജീസൊക്കെ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട് 8 ഓഫ് സോർട്സ് വന്നതുകൊണ്ട്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. അങ്ങനത്തെ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. സോളാർ പ്ലെക്സസ് ചക്രയിലൊക്കെ നന്നായി വർക്ക് ചെയ്യും. ഇവർക്ക് വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഗ്യാസ് റിലേറ്റഡ് അല്ലെങ്കിൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഡൈജഷനൊക്കെ ബുദ്ധിമുട്ട് വരും, കാരണം ഇവരുടെ ഓരോ ഫീലിങ്സ് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 കഴിഞ്ഞു. 3-6 ആണ് വായിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ റിയൽ ആണോ അല്ലെങ്കിൽ നല്ല ഇൻറ്റൻഷൻസ് ആണോ നിങ്ങളോട് എന്നാണ്. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ ഈ 3-6 കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സൺ ജെന്യുവിൻ ആണോ, അവരെ പറ്റിക്കുന്നുണ്ടോ, അതോ അവർ റിയൽ ആയിട്ട് തന്നെയാണോ ഈ റിലേഷൻഷിപ്പ് തുടരാൻ വന്നിട്ടുള്ളത്, ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും.
ഏസ് ഓഫ് വാൻസ് ആണ്. ഓ, മൂൺ കാർഡ് ഡെത്ത് ആണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് ആണ്. ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. ജഡ്ജ്മെൻ്റ് ആണ്. ഇത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത പേഴ്സൺസ് ഭയങ്കര കളിപ്പിക്കുന്ന ഒരു പേഴ്സൺസാണ്. നിങ്ങളെ ഇട്ട് കുഴപ്പിക്കുന്ന പേഴ്സൺസാണ്. പല സമയത്ത് പല രീതിയിലാണ് അവരിപ്പോൾ സ്നേഹമായിട്ട് തോന്നി, പിന്നെ അവരുടെ സ്വഭാവം മാറും പല രീതിയിലും. വിച്ച് മീൻസ് മൂൺ കാർഡ് ഉള്ളത് കൊണ്ട് അവർ നിങ്ങളെ എന്ന രീതിയിൽ കബളിപ്പിക്കുന്നുണ്ട്, കുറേ സീക്രട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അവർ എത്ര ജെന്യുവിൻ ആണെന്ന് പറയാൻ പറ്റില്ല 3-6 ചൂസ് ചെയ്തവർ. കാരണം അവരുടെ ലൈഫിൽ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കാതെ ഇങ്ങനെ തള്ളി പോകും, നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ട് പോവുകയാണ്. കാരണം മൂൺ കാർഡ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, ജഡ്ജ്മെൻറ്റ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ്. ആൻഡ് ബിക്കോസ് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറ്റിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിജക്ഷൻസ്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂസസ് ഉണ്ട്. അതൊന്നും ഹീൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങളായിട്ട് ഫൈറ്റിംഗ് എനർജിയിൽ വരും. അവർക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, മറ്റുള്ളവരെ സൈലൻ്റ് ആക്കാനാണ് അവർക്ക് അറിയുള്ളൂ. യെസ്, സെപ്പറേഷൻ ആയവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോയ ഒരു പേഴ്സൺസ് ആയിരിക്കാം. ഈ ഒരു കാർഡ് റിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ട്വിൻ ഫ്ലെയിം ആണെന്ന്. പക്ഷേ ഇത് റിവേഴ്സ് ആയതുകൊണ്ട് ട്വിൻ ഫ്ലെയിം അല്ല, ട്വിൻ ഫ്ലെയിമിൻ്റെ പോലെ തോന്നും. പക്ഷേ ഇവർ തമ്മിൽ നിങ്ങൾ ഒരു കാർമിക് ആയിട്ടുള്ള കണക്ഷനിലാണ് കേട്ടോ. കാരണം ഈ ഒരു കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് അപ്രൈറ്റ് ആയിട്ട് വരുമ്പോഴാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൂടെ സപ്പോർട്ടിങ് കാർഡ്സ്. പക്ഷേ ഈ സപ്പോർട്ടിങ് കാർഡ്സ് ഒക്കെ മോശമായതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഓക്കെ, സ്വയം ചോദിക്കുക, ഞാൻ ചെയ്യുന്നത് തെറ്റ്. 5-5 ആണ് കേട്ടോ. 5-5-6. അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പേഴ്സൺ ജെനുവൻ അല്ല കേട്ടോ. നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അവർക്ക് ഒരുപാട്. പിന്നെ ഈ ഒരു പേഴ്സണുമായി നിങ്ങൾ യൂണിയൻ ആയെന്ന് വിചാരിക്കും. നിങ്ങളിങ്ങനെ തല്ലൂടി നിങ്ങൾക്ക് എനർജി ഇല്ലാതെ ഒട്ടും. നമ്മളൊരു ലൈഫിൽ ലീഡ് ചെയ്ത് പോകുമ്പോൾ 2 പേരും ഒരു ഗിവ് ആൻഡ് ടേക്ക് നല്ല രീതിയിൽ സ്നേഹത്തോടെയൊക്കെ അല്ലേ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? അവർ തമ്മിൽ, നിങ്ങൾ തമ്മിലും, അല്ലെങ്കിൽ ഇവർ ആരെയായിട്ടൊക്കെ സംസാരിക്കുന്നു, അവിടെയൊക്കെ ഇവർ വലുതായി നിൽക്കണം, ബാക്കിയുള്ളവരൊക്കെ അടിച്ച് താഴ്ത്തുന്ന സിറ്റുവേഷൻസാണ്. ഒട്ടും ഹാപ്പി അല്ല. കണ്ടോ, 3 കപ്പ് നഷ്ടപ്പെട്ട് 2 കപ്പ് ഉണ്ട്, പക്ഷെ അതിലൊന്നും ഹാപ്പി അല്ലാതിരിക്കുന്ന പേഴ്സൺ. ലവേഴ്സ് കാർഡ് തിരിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. തിരിഞ്ഞ് കാണിക്കാൻ മീൻസ് നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ട്വിൻ ഫ്ലെയിം ആണ്. നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അവർ തിരിച്ച് നിങ്ങളെ അങ്ങനെയൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. അവർ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ അതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. സോ വിച്ച് മീൻസ് ഡെഫിനറ്റ്ലി ഇവരത്ര ജെന്യുവൻ അല്ല. ആൻഡ് നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് ഹൈ പ്രീസ്റ്റസ് എനർജിയിലിരിക്കും. നിങ്ങൾ നിങ്ങളുടെ എനർജി പവർ സ്ട്രെങ്ത്തിലിരിക്കും. ആർക്കും വേണ്ടി താഴ്ന്നു കൊടുക്കരുത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ താഴ്ന്നു കൊടുക്കരുത്. അവർ വേണമെങ്കിൽ നിങ്ങളുടെ ലെവലിലേക്ക് ഉയർന്നു വരട്ടെ. അപ്പോഴാണ് ആ കണക്ഷൻ 2 പേരും അവേക്കൻ ഉണ്ടാവുക. ഒരാൾ അവേക്കൻ, ഒരാൾ താഴ്ന്ന ലെവലിലാണെങ്കിൽ അവരൊരിക്കലും നല്ലൊരു കണക്ഷൻ, നല്ലൊരു ഫാമിലി, ഹാപ്പി ലൈഫ് തരില്ല. ഇതിൽ ചിലവർ കാണാം, എനിക്ക് എങ്ങനെയും ആ പേഴ്സണെ കൊണ്ടുവരണം, ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നല്ല കണക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളവരെ കൊണ്ടുവന്നാലും അവർ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സമാധാനം തരാതെ ഇപ്പോഴും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കില്ല. അതിൽ നിങ്ങൾ കൂടുതലും സ്ട്രഗിൾ ആകും, സ്ട്രെസ്സ് വരും, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരും. സോ ബെറ്റർ നമ്മളെപ്പോഴും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, എനിക്കത് അന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സെപ്പറേഷൻ സമയത്ത്. നമ്മളെപ്പോഴും സെപ്പറേഷൻ വരുമ്പോൾ മനസ്സിലാക്കുക, ഓക്കെ എനിക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ എൻ്റെ എനർജി വളരെ ലോ ആണ്, അപ്പം ഞാൻ എൻ്റെ എനർജി ഉയർത്തുക. അതാണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളോട് നിങ്ങളുടെ പവർ സ്ട്രെങ്ത്തിൽ ഇരിക്കാനാണ്, ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കും 2 സൈഡ് ഉണ്ട്, yin യാൻ, DMDF. ഇത് കാണുമ്പോൾ DMDF ബാലൻസിങ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് ഇവർ എത്ര ജെനുവനായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. ബീസ് മൂൺ കാർഡാണ്. മൂൺ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, കുടിച്ചവളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. എപ്പോൾ വേണമെങ്കിൽ ചതി പ്രതീക്ഷിക്കാം. അവർക്ക് ട്രാൻസ്ഫോർമേഷനും ഡെത്തൊക്കെ വരുന്നുണ്ട്. അവർക്ക് പല രീതിയിലും യൂണിവേഴ്സ് വരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ഡെത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും അവർക്ക് മാറി വരാൻ, അവർ ആ സ്വഭാവം വിട്ടു വരാൻ അവർ തയ്യാറാവുന്നില്ല. ഓക്കെ, അതാണ് കാണിക്കുന്നത്. എല്ലാവരുമായിട്ട് ഫൈറ്റ് കാണും. 10-10, 5-5 ഇതൊക്കെ കർമ്മയെ പറയുന്ന കാർഡാണ് കേട്ടോ. 18-8 ഒരുപാട് കർമ്മ ടച്ച് ഒക്കെ ഉള്ള ഒരു പേഴ്സണാണ്. ടോക്സിക് ആയിട്ടുള്ള നേച്ചർ ഉണ്ട്. കാർമിക് കണക്ഷൻസ് ആണ് ഈ ഒരു കാർഡ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജെന്യുവൻ ആണോ എന്ന് ഈ ഒരു പൈൽ 3-6 ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് അവരുടെ എനർജി. ഈ എനർജി വയ്ക്കുമ്പോൾ ഉള്ളിൽ നല്ലൊരു ഇതില്ല. കാരണം മേ ബി ഇവർ ചെറുതിൽ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടോ, അബാൻഡൻമെൻറ്റ് ഇഷ്യൂ കൊണ്ടോ, അല്ലെങ്കിൽ ഇവരെ പാരൻസ് പുറത്തൊക്കെ ആയിരിക്കും, ഇവരെ നാട്ടിലൊക്കെ നിർത്തി, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയൊക്കെ നിർത്തി, ഇവർക്ക് സ്നേഹം ഇതൊന്നും കിട്ടാതെ വളർന്നു വന്നതായിരിക്കാം. അങ്ങനെയും ചിലവർ ഈ ഒരു കണ്ടീഷനിലേക്ക് ഇങ്ങനെ വേറി പിടിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നവരുണ്ട്, ഡിസ്റ്റോർട്ടഡ് എനർജിയിലേക്ക് വരുന്നവരുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് പോവാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പൈലാണ് ചൂസ് ചെയ്യുമെങ്കിൽ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്.
ഹീലിങ്സ് വേണമെങ്കിൽ കർമ്മ ക്ലൻസിങ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ അതിനും നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഹീലിങ്സ് വേണമെങ്കിൽ നിങ്ങളത് ഹീലിങ്സ് എടുക്കുക. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ എനർജി നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് പേര് വെറുതേക്ക് മെഡിസിൻസ് കഴിക്കുന്നവരുണ്ട്. അവർക്ക് ചെറിയൊരു ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ആ ഒരു കെട്ടിക്കിടക്കുന്ന ആ ഒരു പെയിൻ റിലീസ് ചെയ്താൽ മതി. അത് റിലീസ് ചെയ്യാതെ അതിനിങ്ങനെ പെരുക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിയില്ല, നെക്സ്റ്റ് ലൈഫ് ടൈമിലേക്ക് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. സോ ബെറ്റർ റിലീസ് ചെയ്യുക. എന്ത് വന്നാലും സറണ്ടർ ചെയ്യുക യൂണിവേഴ്സുമായിട്ട്. ജസ്റ്റ് ഒന്ന് ഇരുന്ന് മെഡിറ്റേറ്റ്, സംസാരിക്കുക, മനസ്സുകൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഡിവൈൻ എനർജി ഉണ്ട്. നമ്മൾ ചില സമയത്ത് മറന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറക്കാതിരിക്കാൻ, ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലത്തെ ചാനൽസൊക്കെ വന്ന് നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഹീലിങ്സ് ചെയ്യുക. കൂടെ ഈ ഒരു കാർഡ് പറയുന്നത് നോന്നാണ്. അവർ നല്ലൊരു ഇൻറ്റൻഷൻസ് അല്ല അവർക്ക്. പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫ് കളയാതിരിക്കുക. എല്ലാവരും ഹീൽ ചെയ്യുക. എല്ലാവരും സോളാണ്. അപ്പോൾ ആ സോൾ ലെവലിൽ ഹീലിങ്സും മെഡിറ്റേഷൻസ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക് വന്നത്. അപ്പോൾ നാളെ വേറെ റീഡിംഗ് ആയിട്ട് വരുന്നതാണ്. താങ്ക് യു എവരി വൺ. എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ത് സിറ്റുവേഷൻസ് കാർമിക് ട്രിഗേഴ്സ് നല്ല രീതിയിൽ വരുന്ന സമയമാണ്. ആ കാർമിക് ട്രിഗേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി മെഡിറ്റേഷൻ ഇരുന്നത് എന്താണെന്ന് ചോദിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കാണാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസസ് ഒക്കെ ആയിട്ട് എന്നെ പോലത്തെ ഹീലേഴ്സിനൊക്കെ തരാൻ സാധിക്കും. വേണമെന്ന് ഇൻഡ്യൂട്ടീവ്ലി തോന്നുമ്പോൾ മാത്രം റീഡിങ്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഗൈഡൻസസ് കിട്ടി നിങ്ങൾക്ക് ആ ഭാഗം ഹീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.